പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് ജൂൺ മാസം 1-ാം തീയതി തിങ്കളാഴ്ച. 1 ശമൂവേൽ 1-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യം. ഈ ബാലനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ യഹോവയോട് കഴിച്ച അപേക്ഷ യഹോവ എനിക്ക് നൽകിയിരിക്കുന്നു. ഇന്ന് നാം ധ്യാനിക്കുന്ന വചനം ഹന്നായുടെ ജീവിതത്തിൽ നിന്നുള്ളതായ അത്യന്തം ഹൃദയസ്പർശിയായ ഒരു സാക്ഷ്യമാണ്. ദുഃഖവും കണ്ണീരും നിറഞ്ഞ ഒരു സ്ത്രീയുടെ പ്രാർത്ഥന എങ്ങനെ ദൈവസന്നിധിയിൽ ഉത്തരം പ്രാപിച്ചു എന്നതാണ് ഈ വചനത്തിൻ്റെ സന്ദേശം. ഹന്നായിക്ക് സന്താനമില്ലായിരുന്നു. അവൾ പരിഹാസവും നിന്ദയും സഹിച്ചു. മനുഷ്യരുടെ മുൻപിൽ അവൾ തകർന്നു പോയവളായി തോന്നിയെങ്കിലും ദൈവസന്നിധിയിൽ അവൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. അവളുടെ ഹൃദയവേദന അവൾ ദൈവത്തോട് തുറന്നു പറഞ്ഞു. ആ പ്രാർത്ഥന ദൈവം കേട്ടു. ദൈവം അവൾക്ക് ശമൂവേൽ എന്ന മകനെ നൽകി. ഈ വചനം നമ്മെ 3 കാര്യങ്ങൾ പഠിപ്പിക്കും. ആദ്യം, ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവനാണ് എന്നത്. ഒരുപക്ഷെ ഇന്ന് നമ്മുടെ ജീവിതത്തിലും ഉത്തരം ലഭിക്കാത്ത പ്രാർത്ഥനകൾ ഉണ്ടാകാം. വർഷങ്ങളായി നാം കരഞ്ഞുകൊണ്ട് ദൈവത്തോട് അപേക്ഷിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാകാം. എന്നാൽ ഹന്നായുടെ ജീവിതം നമ്മോട് പറയുന്നത് ഇതാണ്: വൈകിയാലും ദൈവം മറക്കുകയില്ല. ദൈവത്തിൻ്റെ സമയത്ത് അവിടുന്ന് ഉത്തരം നൽകും. രണ്ടാമതായി, നമ്മുടെ ഈ വചനം പറയുന്നു, പ്രാർത്ഥനയിൽ സ്ഥിരത ആവശ്യമാണ്. ഹന്ന നിരാശപ്പെട്ടു ദൈവത്തെ വിട്ടുകളഞ്ഞില്ല. വേദന കൂടിയപ്പോൾ അവൾ ദൈവത്തോട് കൂടുതൽ ചേർന്നു. പലപ്പോഴും നാം ചെറിയ ഓരോ കാര്യങ്ങളിൽ തന്നെ വിശ്വാസം നഷ്ടപ്പെടുത്താറുണ്ട്. എന്നാൽ ദൈവമക്കൾ പ്രാർത്ഥനയിൽ ഉറച്ച് നിൽക്കേണ്ടതായിട്ടുണ്ട്. മൂന്നാമതായി, ലഭിച്ച അനുഗ്രഹം ദൈവത്തിനായി സമർപ്പിക്കണം എന്ന ബോധ്യം ഇവിടെ നൽകുന്നു. ഹന്നായിക്ക് ശമൂവേലിനെ ലഭിച്ചപ്പോൾ അവൾ അവനെ ദൈവാലയത്തിലേക്ക് സമർപ്പിച്ചു. ഇതെൻ്റെ സ്വന്തം അനുഗ്രഹം എന്നവൾ കരുതിയില്ല. ദൈവം നൽകിയതെല്ലാം ദൈവത്തിനുള്ളതാണെന്ന് അവൾ മനസ്സിലാക്കി. നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങളും കഴിവുകളും സമ്പത്തും എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. അവയെ ദൈവമഹത്വത്തിനായി ഉപയോഗിക്കേണ്ടതുണ്ട്. ഇന്നും ദൈവം നമ്മോട് ചോദിക്കാറുണ്ട്, നാം ഇന്നും ഇപ്പോഴും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ട്. കരഞ്ഞുകൊണ്ടുള്ളതായ പ്രാർത്ഥനകൾ ദൈവം ഒരിക്കലും അവഗണിക്കില്ല. മനുഷ്യർ കേൾക്കാതെ ഇരുന്നാലും ദൈവം കേൾക്കും. മനുഷ്യർ മനസ്സിലാക്കാതെ ഇരുന്നാലും ദൈവം മനസ്സിലാക്കും. അതുകൊണ്ട് നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ദൈവം പ്രവർത്തിക്കും. ഹന്നായുടെ കണ്ണീർ സാക്ഷ്യമായി മാറിയതുപോലെ നമ്മുടെ കണ്ണീരും സന്തോഷമായി മാറും. നമ്മുടെ ഹൃദയത്തിൽ പതിയേണ്ട സന്ദേശം ഇതാണ്: പ്രാർത്ഥനയിൽ വിതച്ച കണ്ണീർ ദൈവത്തിൻ്റെ സമയത്ത് സന്തോഷത്തിൻ്റെ കൊയ്ത്തായി മാറും. പ്രാർത്ഥനയിൽ വിതച്ച കണ്ണീർ ദൈവത്തിൻ്റെ സമയത്ത് സന്തോഷത്തിൻ്റെ കൊയ്ത്തായി മാറും. പ്രാർത്ഥിക്കാം. കരുണാനിധിയായ ദൈവമേ, ഹന്നായുടെ പ്രാർത്ഥന കേട്ടതുപോലെ ഞങ്ങളുടെ പ്രാർത്ഥനകളും കേൾക്കണമേ. ഞങ്ങളുടെ കണ്ണീരും വേദനകളും നിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കും. നിൻ്റെ സമയത്ത് ഉത്തരം ലഭിക്കുമെന്ന പ്രത്യാശയിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും നിൻ്റെ മഹത്വത്തിനായി ഉപയോഗിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.